Yep, that's me. You're probably wondering how I ended up in this situation. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നൊരു ചൂരക്കറി വെക്കണമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തത്. എന്നാൽ ആ പ്ലാനിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റിയും കൂടെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ വെറൈറ്റി നിങ്ങളെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ ചൂരക്കറിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുത്തു. പിന്നീട് എണ്ണയാണെങ്കിൽ തിളച്ചതിന് ശേഷം ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി എല്ലാ പൊടികളും നമ്മൾ നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. അതെല്ലാം ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നീട് ഈ പുളിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഞങ്ങളുടെ കൊഴുവല്ലൂരുള്ള അമ്മച്ചി തന്നാണ് കേട്ടോ. ഇത് ഉണക്കി അവിടെ വീട്ടിൽ തന്നെ ഉണക്കിയതാണ്. അങ്ങനെ ഞങ്ങൾക്ക് അത് ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. നല്ല പുളിയാണിത്. അതിൽ കുറച്ചെടുത്ത് ഞാൻ വെള്ളത്തിലിട്ടു. പിന്നീട് എന്താ എല്ലാവരും ചെയ്യുന്ന പോലെ അങ്ങോട്ട് തുടങ്ങാൻ തന്നെ കടുപൊട്ടിച്ചു, ഉലുപൊട്ടിച്ചു, പിന്നെ സവള ഇട്ടു. സവള ഒന്ന് വാങ്ങിട്ട് വന്നപ്പോഴത്തേനും കുറച്ച് പച്ചമുളക് കിട്ടും. അതിനകത്ത് പിന്നീട് അങ്ങോട്ട് ഇളക്കലോടെ ഇളക്കി തുള്ളി ഇഞ്ചിയൊക്കെ പൊളിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പേസ്റ്റ് അങ്ങ് വാങ്ങിച്ചു വെക്കും. അങ്ങനെ ആവശ്യത്തിനുള്ള പേസ്റ്റും പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് കേട്ടോ. മീൻകറി എന്നൊക്കെ പറയുമ്പോൾ തുടക്കക്കാർക്ക് അത്യാവശ്യം പെട്ടെന്നൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. മീൻകറി കണ്ടിട്ട് അയ്യ കൊച്ചെ നീ ഇങ്ങനെയാണോ മീൻകറി വെക്കുന്നതെന്ന് ആരും വിചാരിക്കില്ല. ഞങ്ങൾക്ക് ഈ മീൻകറി ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ വെക്കുന്നതുകൊണ്ട് പറയല്ല, അത്യാവശ്യം കൊള്ളാം. ഇതൊക്കെയാണ് ഞങ്ങൾ തട്ടി മുട്ടി പോകും. ഞാൻ എന്ത് വെച്ചാലും ഫുൾ സപ്പോർട്ട് സൂപ്പർ ആണെന്ന് പറയുന്നത് പ്രവീണാണ് കേട്ടോ. പറഞ്ഞു വന്ന് മീമി ഇടുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ വെറൈറ്റി വരാൻ പോകുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു മുരിങ്ങമരം ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോയിട്ട് രണ്ടുപേരൂടെ എത്തിയാ പിടിക്കുന്ന എല്ലാം നമ്മൾ പറിച്ചോണ്ടെങ്കിൽ പോകുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു മുരിങ്ങല വെച്ചൊക്കെ ഈ മുരിങ്ങല അമ്മ ഉണ്ടാക്കി തരുമ്പോൾ നമുക്ക് ഭയങ്കര പുച്ഛമായിരുന്നു. ഇത് നമ്മുടെ ഹെയറിനും സ്കിന്നും ഒക്കെ നല്ലതാണ്. ഇതിൽ അങ്ങനെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടൊന്നുമില്ല. നമ്മൾ ഫ്രഷ് ആയിട്ട് പറിച്ചോണ്ട് വന്നു, അത് തന്നെയാണ് വലിയൊരു വെറൈറ്റി. ഇതിൽ ഞാൻ വെറൈറ്റി ആയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് കാന്താരി ആഡ് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നീട് എല്ലാവരും സാധാ ചെയ്യുന്ന പോലെ തന്നെയുള്ളൂ. ഞാൻ വീഡിയോ കാണുന്ന പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ സൈഡിൽ എന്റെ മീൻകറി വറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതിനകത്തുള്ള ഇടിയും ചതയും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷനിൽ കടന്നത്. പിന്നീട് ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, നിങ്ങൾക്ക് എൻ്റെ കുക്കിംഗ് വീഡിയോ ആണ്, ഞങ്ങളുടെ വ്ളോഗാണ്, എന്താണ് ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ മറക്കാണ്ട് കമന്റ് ചെയ്യില്ല അല്ലേ. ഇത് മുരിങ്ങയില തോരനാണോ കറിയാണോ എന്ന് എന്നോട് ചോദിക്കല്. ഇത് മുരിങ്ങയില പറ്റിച്ചത്, അത്രേ ഉള്ളൂ. പിന്നീട് ഇത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മീൻകറിയുടെ കൂടെ സൂപ്പറാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ ലഞ്ച് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? കാണാൻ നല്ല ഭംഗിയില്ലേ? ടേസ്റ്റ് സൂപ്പറാണ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ, സീ യു.